വെൽക്കം ബാക്ക് ടു ആദിസ് പ്ലേസ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഒരു ടാസ്ക് ചെയ്യാൻ പോകുന്നതാണ്. ഇത് ഞാൻ തന്നെ വൃത്തിയിലാക്കിയിട്ട് ഞാൻ തന്നെ ക്ലീൻ ആക്കാൻ പോകണം. അതാണ് ഇന്നത്തെ ടാസ്ക്. ഒരു അബദ്ധം പറ്റി ഗൈസ്. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ഒരു വേർഡ് ഞാൻ റിപ്പീറ്റ് ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വേർഡ് ഏതാണെന്ന് ഈ വീഡിയോ അവസാനം വരെ കാണുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. സോ ഇവിടെ ഫുള്ള് അലമ്പായി കിടക്കുവാണ്. ഇതിന് ഫുൾ ക്ലീനപ്പ് ചെയ്യണം. സോ ടാസ്ക് 1 ഇതൊക്കെ എടുത്ത് ചെയ്യിക്കുന്നതു കുറ്റമ നിയമ നടപടിയുണ്ടാകും നിശ്ചയം. നിങ്ങളറിഞ്ഞോ നമ്മുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാട്. സോ ഫസ്റ്റ് റോ കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോ കൂടെ ചെയ്യണം. Near third row. So third row here. Yeah. Okay. Last row. കഴിഞ്ഞു. ഒരു വെറ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് റോ ഒന്ന് ക്ലീൻ ആക്കാം. നല്ല ഫുൾ പൊടിയാണ്. സോ ഫസ്റ്റ് റോ ഓൾമോസ്റ്റ് വൃത്തിയായി. സോ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. നമുക്ക് സെക്കൻഡ് റോയിലോട്ട് പോകാം. ഈ സൈഡിലാണ് കൂടുതൽ പൊടി ഇടുന്നത്. ഇതാട്ടോ ഈ എഡ്ജസും കുറെ വൃത്തിയാക്കണം. ഇവിടെ കുറെ ഇതായിട്ടുണ്ട്. സോ ഈ ലാസ്റ്റ് റോയിലാണ് നല്ലോണം പൊടിയാണ്. അയ്യോ, ലാസ്റ്റ് റോയിലാണ് കുറെ പൊടിയുള്ളത്. സോ ക്ലീൻ ആക്കി എടുത്ത് ഞാൻ ഇനി ഈ സാധനങ്ങൾ തിരിച്ചതുകൊണ്ട് തന്നെ വെക്കണം. ഇനി ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ പോണത് ബോട്ടം ടു ടോപ്പിലാണ്. സോ നമുക്ക് ഫസ്റ്റ് ബുക്കിലോട്ട് തുടങ്ങാം. ഇനി നമുക്ക് ബുക്സ് അറേഞ്ച് ചെയ്യാൻ നോക്കാം. സോ 5 ബുക്സ് ആയിട്ട് റോ ആയിട്ടുണ്ട്. കുറേ ബുക്സ് ഉണ്ട്. സോ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര പാടാ. ഞാൻ ഇവിടെ കൊണ്ടുവയ്ക്കും. ഓക്കെ, ഇനി സെക്കൻഡ് റോ ഫിൽ ചെയ്യാം. ഓക്കെ, വേറെ നിൽക്കുന്നില്ല.
ഒരു ബുക്ക് കൂടെ ഉണ്ട്. സോ സെക്കൻഡ് റോയും ഫിൽ ചെയ്ത് കഴിഞ്ഞു. സോ ഈ ബുക്ക് മണി വ്യാതിരിക്കാം. ഇവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ട്, അവിടെ നമുക്ക് ഈ കപ്പ് ഫോൾഡ് വയ്ക്കാം. പക്ഷെ ഇതൊരു സ്പെഷ്യൽ കപ്പാണ്, കാരണം ഇത് ഞാനാണ്. ഇതെൻ്റെ ഞാൻ ഗ്രേഡ് 1 പഠിച്ചപ്പോൾ ട്യൂഷൻ ടീച്ചർ ഗിഫ്റ്റ് എന്നതാണ്. കണ്ടോ, ഇത് ഞാനാണ്. നമുക്ക് ഇതൊക്കെ ഓക്കെ. സോ നമുക്കൊരു മണി പ്ലാന്റ് കൂടെ വെക്കാം. ഇത് എൻ്റെ വീട്ടിൽ കുറേ ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ എൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ. മണി പ്ലാന്റ് മാത്രം ടച്ച് ചെയ്യാൻ അമ്മ സമ്മതിക്കത്തില്ല, അത് അമ്മയുടെ ഏരിയ. സോ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്, കുറച്ചൊക്കെ നമ്മൾ എടുത്ത് മാറ്റും. ബാക്കി 2 റോസ് നമ്മൾ ഫിൽ ചെയ്യാൻ പോകാം. സോ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് സാധനമാണ് ഇത്, ഗ്ലാസ്. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് മേടിച്ചതാണ് ലാസ്റ്റ് ടൈം പോയപ്പോൾ. കൊള്ളാവോ? ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ നമുക്ക് ഇത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ അടുത്ത റോസ് ഫിൽ ചെയ്യണം. ഇത് വേണോ? വേണ്ടല്ലേ? അത് വേണം. വേണോ? വേണം. ഓക്കെ. സോ ഇനി നമുക്ക് മെഡിസിൻസ് ഈ റോയിൽ ഫിൽ ചെയ്യാം. സോ നമുക്ക് ഇവിടെ വയ്ക്കാം. ഈ സൈഡായിട്ട് വയ്ക്കാം. ഇനി ഇത് വലിയ ബോക്സ് ആണ്, ഇതിവിടെ ഫിറ്റ് ആവാൻ പറ്റും. സോ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ വയ്ക്കാം. സോ കാണാനോ? ഇനി ഒരു ഡ്രോയിങ് കൂടെ ഉള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഐറ്റം നോക്കാം. ഇതാണോ? ഇത് ജസ്റ്റ് ഒരു കവറാണ്. വേണ്ട. സോ ഇതിനുള്ളിലുണ്ട്. സോ നമുക്ക് ഇത് ആവശ്യപ്പെട്ടതാണ്, നമുക്കിത് സൈഡായിട്ട് വയ്ക്കാം. ഇത് വേണോ? വേണ്ട. സോ ഇതെന്റെ സൺഗ്ലാസ് ആണ്, ഇത് ആവശ്യമുണ്ട്. നമുക്കിത് ഇട്ട് നോക്കാം. ഇവിടെയൊക്കെ ഫുള്ള് ബ്ലൂ കളർ ഉള്ളിൽ, നല്ല രസമാണ്. സോ ഇതും നമുക്ക് ആവശ്യപ്പെട്ടതാണ്. നമ്മൾ ഇതിന് സൈഡിലായിട്ടാണ് വയ്ക്കുന്നത്, ഇവിടെ ഫിറ്റ് ആവും. ഓക്കെ, ഇനി അടുത്തത് ഇത് കണ്ടോ? ഇത് ടീച്ചർ എനിക്ക് ഗിഫ്റ്റ് ആണ് 5th ഗ്രേഡ് ഞാൻ പഠിച്ചപ്പോൾ. കൊള്ളാവോ? ഇത് നമുക്കിവിടെ പിക്ചേഴ്സ് വയ്ക്കാം. സോ നമുക്ക് ഇവിടെ വയ്ക്കണം. ഓക്കെ, ഇവിടെ ഫിറ്റ് ആയി. എന്തായാലും ഇനി പിക്ചേഴ്സ് വെക്കണം. അടുത്തതാണ് എൻ്റെ സർട്ടിഫിക്കറ്റ്, ഡാൻസ് വർക്കേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ്. ഞാൻ ഡാൻസും കീബോർഡും പഠിക്കാൻ പോയ ഒരു സർട്ടിഫിക്കറ്റാണ് ഇത് എനിക്ക് കിട്ടിയത്. സോ ഇത് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് മദേഴ്സ് ഡേ കാർഡാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. അവിടെ പിക്ചറും ഉണ്ട്, കണ്ടല്ലോ. ഇത് സൈഡിലായിട്ട് വയ്ക്കാം. ഓക്കെ, ഇനി ഇത് എൻ്റെ അമ്മേൻ്റെ പുത്തൻ ഡ്രൈവിംഗ് ഗ്ലാസ് ആണ്. ഇതെന്റെ അമ്മയുടെ സൺഗ്ലാസ് ആണ്. സോ ഇനി ഒരു പേഴ്സ് ആണ്. ഇത് വളരെ ആശപ്പെട്ടതാണ്. ഇനി ഒരു പെൻസിൽ ഇവിടെ വയ്ക്കാം, ഹൈലൈറ്റർ ഇവിടെ വയ്ക്കാം. ഇനി ഇതുണ്ട് ഡാൻസ് വർക്കേഴ്സിന്റെ ഡാൻസിന്റെയും കീബോർഡിന്റെ ID കാർഡാണ്. സോ ഇപ്പോൾ സ്പേസ് ഇല്ലാതുകൊണ്ട് ഇത് റോളാക്കി നമുക്ക് വയ്ക്കാം.
ഇത് ലാൻഡ് ലൈൻ ആണ്, നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഇത് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇതിനെ ബാക്കിലോട്ട് വെക്കാം. ഓക്കെ, സക്സസ്. ഇനി ഇതിനെ ക്രയോണ്ട് നാട്ടിൽ നിന്ന് പഠിച്ചാൽ എല്ലാവരും യൂസ് ചെയ്യാം. സോ നമുക്ക് ഇവിടെ വയ്ക്കാം. സോ ഇതാണ് ആഫ്റ്റർ ലുക്ക്. നമുക്ക് ഫുൾ വ്യൂ നമുക്ക് കാണാം. ഫസ്റ്റ് റോ എല്ലാം ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് റോയിലോട്ട് പോവാം. ഈ റോയിലാണ് കൂടുതൽ സാധനങ്ങൾ ഉള്ളത്. സോ ഇനി തേർഡ് റോയിലോട്ട് പോവാം. ഇവിടെ കൂടുതലായിട്ട് പ്ലാന്റും സ്കെച്ചും അതൊക്കെയുള്ളൂ, ബുക്സും. ഇനി ലാസ്റ്റ് റോയിൽ വലിയ ഫുൾ ബുക്ക് സ്റ്റാൻഡ്സ് ആണ്. ഇവിടെ ഫുൾ ബുക്കാണ്. സോ ഇതാണ് അമ്മ തന്ന ടാസ്ക്. ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ ആൻഡ് സീ യു. ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ടില്ലേ? നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഏത് വേർഡാണെന്ന്? ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് സോ എന്ന് പറഞ്ഞൊരു വേർഡാണ്. ഇത് നേരത്തെ മനസ്സിലായവർ താഴെ കമൻറ്റ് ചെയ്തിരിക്കണേ.